ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ടോയ് ഓർഗനൈസർ മേക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് ബോക്സാണ് എടുത്തിട്ടുള്ളത്. ഇനി ഞാനിതിൻ്റെ 3 സൈഡ് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ആ ഒരു പീസും കൂടെ ഞാനിവിടെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതുപോലെ വേറൊരു പീസും കൂടെ ഇതിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 3 പീസ് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ടോപ്പ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ ഈ ഒരു ഭാഗം ഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും ചെയ്തെടുക്കാം. അതുപോലെ സെയിം ലെങ്ത്തിലുള്ള വേറൊരു പീസും കൂടെ ഞാനിവിടെ എടുത്തിട്ട് സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഒന്ന് സെക്യൂർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ ഒരു മിഡിൽ പോർഷൻ ഒന്ന് ബെൻഡായി കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് സ്റ്റഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു സെൻറ്റർ പോർഷനിൽ ബെൻഡിങ് വേണ്ടാത്തതുകൊണ്ട് തന്നെ ആ ഒരു സെൻറ്റർ പോർഷൻ സ്റ്റഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് കാർഡ്ബോർഡ് അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബോക്സ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു പഴയ ടീഷർട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമ്മുടെ ബാക്കി പാർട്ട് വെച്ചിട്ട് ഞാനിതൊന്ന് കവർ ചെയ്ത് കാണിച്ചു തരാം. ടീഷർട്ടിൻ്റെ ഈ ഒരു ഫിനിഷിങ്ങുള്ള എൻഡ് മുകളിൽ വരുന്ന രീതിയിൽ വേണം നമ്മളിതൊന്ന് കവർ ചെയ്തെടുക്കാനായിട്ട്. ഇനി ഞാനിവിടെ സെയിം ഷെയ്ഡിലുള്ള വേറൊരു ടീഷർട്ടും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഹോൾസും പെയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത നല്ലൊരു നീറ്റായിട്ടുള്ളൊരു ഭാഗം മാത്രം ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പീസ് വെച്ചിട്ട് നമുക്കിതിൻ്റെ ടോപ്പ് പോർഷൻ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇനി നമ്മൾ എക്സ്ട്രാ പീസൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിക്ക് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ബോക്സിൻ്റെ ബോഡി പാർട്ടിലിട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ടീഷർട്ട് ഒന്ന് നീറ്റാക്കിയും കൂടെ എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റിക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ആ ഒരു ടീഷർട്ടിന് ഇലാസ്റ്റിസിറ്റിയിൽ തന്നെ അത് നിന്നോളും. നമുക്കിനി ഈ കാർഡ്ബോർഡിൻ്റെ അടിവശം മാത്രമാണ് ഒന്ന് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ആ ഒരു പോർഷനും കൂടെ നമ്മളൊന്ന് സ്റ്റിക്ക് ചെയ്തെടുക്കുന്നുണ്ട്.
നമുക്ക് ഈ ഒരു ബോക്സിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള മാഗ്നറ്റൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അതിനായിട്ട് ഈ ഒരു ബോക്സിൻ്റെ ബോഡിയിലും ലിഡിലുമായിട്ട് ഈ ഒരു മാഗ്നറ്റ് ഓപ്പോസിറ്റ് സൈഡ്സായിട്ട് ഒട്ടിച്ചെടുത്താൽ മതിയാകും. അപ്പോൾ ഞാനിവിടെ ഒരു ഓപ്ഷൻ കാണിച്ചു എന്നേ ഉള്ളൂ. ഞാൻ ഈ ഒരു മെത്തേഡ് വെച്ചിട്ടല്ല ക്ലോസ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ഡ്രസ്സാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ഒന്ന് ഫെയ്ഡൊക്കെ ആയിട്ടുണ്ട് കളറ്. പക്ഷേ ഇതിൻ്റെ ആ ഒരു ത്രെഡിൻ്റെയും ഒരു ഫാബ്രിക് പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഞാനതൊന്ന് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ബോക്സിലൊന്ന് സ്റ്റിക്ക് ചെയ്തും കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇതൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഈ ഒരു പീസ് ശരിക്കും ക്ലൗഡാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ബോട്ടമൊക്കെ ഒന്ന് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ 2 ബട്ടൺസൊക്കെ വെച്ചിട്ട് ഒരു വണ്ടിയുടെ ഒക്കെ ഫീൽ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഫിഷ് എന്താണത്, ബേർഡാണെന്ന് തോന്നണം. അപ്പോൾ അതും കൂടെ ഞാനവിടെ കട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ബോക്സിൻ്റെ കോർണർ സൈഡിൽ നമ്മുടെ ടീഷർട്ടിൽ ചെറുതായിട്ടൊരു ഹോളൊക്കെ ഉള്ള ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഭാഗം ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പീസ് ഞാൻ ഈ കോർണറിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ബോക്സിൻ്റെ ലിഡ് ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള നോബാണ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ ആ സെയിം ബട്ടൺസ് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഞാനിവിടെ 3 ബട്ടൺസ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബട്ടൺസ് വെച്ചിട്ടാണ് നോബ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഇനി ഇതിലേക്കുള്ള ഹുക്ക് നമ്മൾ ഈ ഒരു ഇലാസ്റ്റിക് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഇലാസ്റ്റിക് ത്രെഡ് അതിൻ്റെ ലിഡിലും കൂടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കാർഡ്ബോർഡ് ബോക്സ് വെച്ചിട്ടുള്ള ടോയ് ഓർഗനൈസർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ടോയ്സൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തെടുക്കാം. ആദ്യം ഞാനിതിലേക്ക് ബോൾസൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ബോക്സിലേക്ക് സോഫ്റ്റ് ടോയ്സ് മാത്രമാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ സോഫ്റ്റ് ടോയ്സിലൊക്കെ പെട്ടെന്ന് ഡസ്റ്റ് പിടിക്കാനൊക്കെ നല്ല ചാൻസാണ്. ക്ലീൻ ചെയ്യാനും നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിന് ലിഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സോഫ്റ്റ് ടോയ്സ് ഈ ഒരു ബോക്സിലാണ് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ 5 മിനിറ്റ്സിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇതും ഒരു ടോയ് ഓർഗനൈസർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ടോയ്സൊക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിഡൊന്നും ഇല്ലാത്ത ഒരു ഓപ്പൺ ഓർഗനൈസറാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഇത് നമുക്ക് 5 മിനിറ്റിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നേരത്തെ എടുത്ത പോലെ തന്നെ ഒരു ടീഷർട്ട് എടുത്ത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നീറ്റായിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ബോട്ടം പാർട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ യൂസ് ചെയ്തിട്ടുള്ള ആ ഒരു ടീഷർട്ടിൻ്റെ പീസൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് വെച്ചിട്ട് ഞാനിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സെക്കൻഡ് ഓർഗനൈസർ നമ്മൾ ലിഡൊന്നും ഇല്ലാത്ത ഒരു ഓപ്പൺ ഓർഗനൈസറായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ടോയ്സൊക്കെ ഓർഗനൈസ് ചെയ്യാനും പെട്ടെന്ന് എടുത്ത് വയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒറ്റയ്ക്ക് എടുത്ത് വയ്ക്കാനൊക്കെ ലിഡില്ലാത്തതാകുമ്പോൾ അവർക്കും എളുപ്പമായിരിക്കും. അപ്പോൾ ഒരു
ലിഡില്ലാത്തതും പിന്നെ ഒരു ലിഡുള്ള അതുമായിട്ടുള്ളൊരു ടോയ് ഓർഗനൈസറാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 ടോയ് ഓർഗനൈസർ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ നോ കോസ്റ്റിൽ ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ടോയ് ഓർഗനൈസർ ചെറിയ കുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുള്ളാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. താങ്ക്